മഞ്ജു, ഈ പലകയുടെ അരികു ചെയ്യുമ്പം ചരിഞ്ഞ് നോക്കാതെ ലെവൽ അറിയാൻ വേറെ വല്ല മാർഗമുണ്ടോ? മാർഗമൊക്കെ ഉണ്ട്. അത് പല മേശന്മാരും പല രീതിയിലാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നമ്മുടേതായ ഐഡിയയിൽ നമുക്ക് സംഭവം ചെയ്ത് നോക്കാം. അതായത് കൊച്ചു കൊച്ചു സാധനങ്ങളൊക്കെ വേണം. അപ്പം നമുക്ക് അതൊക്കെ എടുത്തിട്ട് നമുക്ക് നമ്മുടേതായ ഐഡിയയിൽ നമുക്കൊരു ലിസ്റ്റ് ചെയ്ത് നോക്കാം. അതാകുമ്പോൾ നമ്മൾ നീ പറഞ്ഞ കണക്ക് ഈ ചരിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മൾ ചീവിയിട്ട് ഈ ചരിഞ്ഞ് നോക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ചീവിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഈ തടി മറിയാതെ നമുക്ക് പലക ഹൈറ്റ് ചെയ്ത് നമുക്ക് നോക്കുന്ന നമ്മുടേതായ ഐഡിയയിൽ നമുക്കൊരു പീസ് ചെയ്ത് നോക്കാം. ഓക്കെ സുഹൃത്തുക്കളെ, എൻ്റെ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. കാർപ്പൻറ്റർമാർക്കുള്ള എല്ലാ വീഡിയോയിലും നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ടിപ്പെങ്കിലും ഒളിഞ്ഞിരിപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, നിങ്ങൾ മിസ് ചെയ്യരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതെങ്കിലും ഒരു കുഞ്ഞു കാര്യം എൻ്റെ ഓരോ വീഡിയോ ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ കൊച്ചറിവുകളുമായിട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഓക്കെ
ഇതാണ് ഇതിന്റെ രീതി. ഞാൻ 16-ന്റെ നെട്ടാണ് വാങ്ങിച്ചേക്കുന്നത്. ഞാൻ നമ്മുടെ സൗകര്യാർത്ഥം നെട്ട് തുളച്ചിറക്കിനകത്തിട്ട് ഉപ്പിൽ ഒഴിച്ച് നെട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം വളരെ പെട്ടെന്ന് ചെയ്യുന്ന രീതിയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതേ കണക്കാണ്. ഈ നട്ട് വന്ന് കൊള്ളുന്നതനുസരിച്ച് നമുക്ക് ഇവിടെ ഇത് ടൈറ്റ് ആവും. നമുക്ക് ഞാനിപ്പോൾ ഈ നിങ്ങളുടെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വീതിയാക്കാം. ഞാനിപ്പോൾ ഒരു 1.5 ഇഞ്ച് വരെയൊക്കെ കൊടുത്തിട്ടുള്ളൂ. 1.5 ഇഞ്ച് ആ ഒരു അളവിനുള്ള ഏത് ഇത് വേണമെങ്കിലും നമുക്ക് ടൈറ്റ് ചെയ്യാനോ എടുക്കാനോ ഒക്കെ നമുക്ക് സൗകര്യമുണ്ട്. അപ്പോൾ നമ്മളിത് പെട്ടുപോകുന്നതെന്ന് വെച്ചാൽ ചില ചെറിയ കാര്യങ്ങളിൽ ചെറിയ പലകയിടാരും ഇപ്പോൾ ഓരോ വലിയ പലകകൾ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്കിത് വളരെ ഉപകാരപ്പെടുന്ന സാധനമാണ്. അപ്പോൾ നമ്മൾ ഓരോരോ കൊച്ചറിവുകൾ നമ്മൾ ഇങ്ങനെയൊക്കെ ആക്കി നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ രാവിലെ ചെയ്ത പരിപാടി. ഇതിന്റെ നെറ്റേഡ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതിപ്പോൾ നമുക്ക് എപ്പോഴും നമുക്കൊരു ഫൺ സൈറ്റിലേക്ക് നമുക്ക് പലകയുടെ അരി ചെയ്യുവാനായിട്ട് കാണാം. ഒട്ടുമിക്ക ഫൺ സൈറ്റുകളിലും കാണും അത് പലകയുടെ അരി ചെയ്യുവാൻ. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ആണി അടിച്ചൊക്കെ സ്റ്റോക്ക് ചെയ്ത് ആണി അടിച്ച് നിർത്തിയിട്ട് അതിൽ കൊള്ളിച്ചെറുത്തിയാണ് ചെയ്യാറ്. ഇപ്പോൾ ഇങ്ങനൊരു സംഭവം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒന്ന് നോക്കാം. നമുക്ക് ഇതങ്ങോട്ട് കയറ്റുക, ചെറുതായിട്ട് ടൈറ്റ് ചെയ്യുക. ഇനി നമ്മൾ ഈ ചരിഞ്ഞ് നോക്കുന്നതിന് പകരം ഈ സംഭവം നമുക്ക് യഥേഷ്ടം നമുക്കിത് നമ്മൾ അനുഭവം നമുക്ക് നിന്നുകൊണ്ട് തന്നെ ഇങ്ങനെ നമുക്ക് ലെവൽ നോക്കാം. ഇതാണ് ഇതിന്റെ മെത്തേഡ്. സംഭവം പൊളിയാണ്. നമ്മൾ ആവശ്യം കഴിഞ്ഞ് ഏത് നമ്മൾ കൊടുക്കുന്ന അളവനുസരിച്ച് നമുക്ക് വീതിയുള്ളത് നമുക്ക് മാറ്റാം. പലകയാണെങ്കിലും ഒരു ചട്ടമാണെങ്കിലും നമുക്ക് ഇതിനെ ടൈറ്റ് ചെയ്ത് നിർത്താം. നമുക്ക് ഏത് ഇതാണെങ്കിലും നമുക്ക് ഇത് ലോക്ക് ചെയ്ത് നിർത്താം. സംഭവം ഒരു പൊളിയാണ്. സംഭവം അടിപൊളി ഉപയോഗമാണ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒട്ടുമിക്ക കാര്യങ്ങളും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചില കാര്യങ്ങൾക്ക് മറ്റൊരാളെ സഹായം തേടാറുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ഫ്രെയിമൊക്കെ ആണെങ്കിൽ നമ്മൾ ആളെ കൊണ്ട് പിടിപ്പിച്ചൊക്കെയാണ് ചെയ്യാറ്. ഇപ്പൊ ഒന്നും വേണ്ട. ഇങ്ങനൊരു സംഭവം നമ്മൾ ചെയ്തതുകൊണ്ട് ഇത് പലരും ചെയ്തിട്ടുണ്ട് പല രീതിയിൽ. ഞാൻ എൻ്റെതായ രീതിയിൽ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വെച്ച് ചെയ്തിട്ടുള്ളതാണ്. പല മേശിരിമാരും ഇതിൻ്റെ ചെയ്തിട്ടുണ്ട്. എൻ്റെ സുഹൃത്താണ് ഇത് വേറെ രീതി ചെയ്ത് എനിക്ക് അയച്ചു തന്നത്. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് എൻ്റെതായ രീതിയിൽ ഞാൻ ചെയ്യുന്നേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടും. ഓക്കെ, നിങ്ങൾ ഒരു വീഡിയോ നിങ്ങൾ മിസ് ചെയ്യരുത്. നേരത്തെ പറഞ്ഞാൽ നിങ്ങൾക്കുള്ള ഏതെങ്കിലും ഒരു കുഞ്ഞു കാര്യങ്ങൾ എൻ്റെ വീഡിയോ ഒളിഞ്ഞിരിപ്പുണ്ട്. ഓക്കെ.